come on, my sweet girl. Oh, pork, very good. Yes, Daddy. മമ്മിയോട് സ്പെഷ്യൽ ആയിട്ട് ഡാഡിക്ക് വേണ്ടി ഞാൻ പറഞ്ഞു ചെയ്യിച്ചതാ. Good, good. മമ്മി എന്ത് ചെയ്യുന്നു? കിച്ചണിൽ. ഇന്ന് പാർട്ടി ഇല്ലേ? ഓ, പിള്ള വരുന്നു. ഞാനത് അങ്ങ് മറന്നുപോയി. By the way, ഐലിനും ജൂണി എന്ത് ചെയ്യുന്നു? കളിക്കുന്നു. ആ, അപ്പൊ ഇന്ന് ഐലിന്റെ ബോയ് ഫ്രണ്ട് ചുറ്റാൻ വന്നില്ലേ? ഇല്ല ഡാഡി. ടൈമായി. ഓക്കേ. ഡാഡി, രാത്രിയിൽ അധികം കുടിക്കരുത്. No, promise my young girl. Thank you. Bye, Daddy. Bye. It's so funny. ഞാൻ ലേറ്റ് ആയില്ലല്ലോ. ഹേയ്, എന്ത് ലേറ്റ് രുചി? ജൂലി, നിനക്കൊരു പോർക്ക് കറിയുടെ മണം. ഓ, മണം പിടിക്കാൻ ഭയങ്കര കഴിവാണല്ലോ. Come. രുചി. Carefully. രുചി, 1 minute. ഷോപ്പിൽ ഒന്ന് കയറണം. Okay. ഞാൻ വെയിറ്റ് ചെയ്യാം. ഇതാരാ? ഒരു ടിൻ ചീസ് വേണം. ഓക്കെ, ഇപ്പൊ എടുത്തു തരാം. ചീസ്. കാര്യമൊക്കെ ശരി, തൊട്ട് കളിച്ചാലുണ്ടല്ലോ. ഓ, ഇങ്ങനെ ചൂടാവല്ലേ മദാമ്മേ. പൈസ മമ്മി തരും. ആ, അതിന് പൈസ നമ്മൾ ചോദിച്ചില്ലല്ലോ. പൈസ എപ്പോഴെങ്കിലും തന്നാ മതി. പക്ഷെ എപ്പോഴെങ്കിലും തരണം. You bloody scoundrel. ആ പറഞ്ഞ ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലായി. ആരെങ്കിലും കാണുമെന്നല്ലേ? ആരും കാണൂല. അനാവശ്യം പറയരുത്. അതിനിവിടെ ആരും അനാവശ്യം പറഞ്ഞു? താൻ. ഓഹോ, അത്രയ്ക്ക് ദേഷ്യത്തിലാണ്. എന്നാ പിന്നെ മദാമയങ്ങ് പോയാട്ടെ. അല്ല പിന്നെ അതെ, ചക്കാത്തിന് സാധനം വാങ്ങിക്കാൻ വന്നതും പോരാ, രൂപ 500 ചില്ലുവാനും തരാനുണ്ട്. ജുലി മദാമേ, നമ്മള് വെറുതെ പറഞ്ഞതാ, പിണങ്ങല്ലേ. എന്ത് വേണമെങ്കിലും തരാം. ഞമ്മള് പറ്റിലെഴുതിക്കോളാം. ദാ പിടിക്ക്. ഇനി എന്തെങ്കിലും വേണോ? വേണ്ട. What happened, Julie? ഷോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ എന്താ ഒരു മൂഡ് ഔട്ട്? Nothing. എന്തോ പ്രശ്നമുണ്ട്. Stop it, Richard. ഓ, വലിയ സീരിയസ് ആണല്ലോ. സോ ഞാൻ പറഞ്ഞ ശരി തന്നെ അല്ലേ? ഒന്ന് ചുമ്മാ തിരിക്കരുത്. Come, Richard. ഓ, ഞാനില്ല. പാർട്ടി ഫുൾ സിംഗിളായി കഴിഞ്ഞെന്ന് തോന്നുന്നു. മമ്മി കാട്ടിക്കൂട്ടുന്ന ഒരു ഷോ അല്ലാതെന്താ? കടം വാങ്ങിച്ചും കടം പറഞ്ഞും നടത്തുന്ന പാർട്ടികൾ. ഐ ആം സോ ഫെഡ് അപ്പ്. അതൊന്നും സാരമില്ല ജൂലി, എല്ലാം ശരിയായിക്കോളും. താങ്ക് യു രുചി. ബൈ. ബൈ. അപ്പ പറഞ്ഞ പോലെ തന്നെ സാധനം ഇപ്പൊ കൊണ്ടുവരുന്നേ. ഫോറിൻ ആണ്, ബോട്ടിൽ മാത്രം ഇന്ത്യനാണെന്നേ ഉള്ളൂ. പക്ഷേ ഫോറിൻ വിസ്കിയിൽ ഒഴിക്കാൻ ഇന്ത്യൻ വാട്ടർ തന്നെ വേണം. വാട്ട് യു ഡു? എക്സ്ക്യൂസ് മീ. ജൂലി, ചീസ് കിട്ടിയില്ലേ? കിച്ചണിൽ വെച്ചിട്ടുണ്ട് മമ്മി. എന്തൊരു വേഷാ ഇത്. നിനക്കൊന്ന് സ്മാർട്ടായിട്ട് ഡ്രസ് ചെയ്തൂടെ? വേഗം ഡ്രസ് മാറി ഡൈനിങ് ഹാളിലേക്ക് വാ. വൈ? എന്താ ജൂലി ഇത്? നിനക്ക് മാനേഴ്സ് അറിഞ്ഞൂടെ? ഇമ്പോർട്ടന്റ് ഗസ്റ്റ് വീട്ടിൽ വന്നാ അവരെ എന്റർടൈൻ ചെയ്യണ്ടേ? ഓ, അവരുടെ കാര്യം മമ്മി തന്നെ നോക്കിയാൽ മതി, ഞാനല്ല. എടി, ഈ പാർട്ടിയൊക്കെ ഇല്ലാത്ത പൈസ കൊണ്ട് ഞാൻ നടത്തുന്ന എന്തിനാണെന്ന് നിന്റെ വിചാരം? ഐ എം നോട്ട് എ ഫൂൾ. ആ പിള്ളയൊക്കെ ബിഗ് ഷോട്ട്സ് ആണ്. അവര് വിചാരിച്ചാൽ നിനക്ക് നല്ലൊരു ജോലി കിട്ടും. പിന്നെ ജോണിക്കും ഐലീനും ഒക്കെ സ്റ്റഡീസ് കഴിഞ്ഞാ മമ്മി നന്നായി പഠിച്ചാൽ അല്ലെങ്കിലും നല്ല ജോലി കിട്ടും. നിന്നോട് ആർഗ്യൂ ചെയ്യാൻ എനിക്ക് സമയമില്ല. എനിവേ, വേഗം ആ ചീസും എടുത്ത് ഹാളിലേക്ക് വാ. This is my eldest daughter, Julie. ഹലോ ജൂലി. ജൂലി, this is Mr. പിള്ളൈ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, മാനേജിംഗ് ഡയറക്ടർ CTC ഗ്രൂപ്പ് ഓഫ് കമ്പനി. മോള് വേഗം പഠിച്ച് പാസ്സായിട്ട് വാ. അങ്കിള് നല്ല ഒരു ജോലി തരാം. ഓക്കെ അല്ലേ മാർഗരറ്റ്? താങ്ക് യു. Dirty old guy.
അയാളുടെ ഒരു ചീഞ്ഞ നോട്ടം. ആരുടെ കാര്യമാ ജൂലി? ആ പിള്ളേ അല്ലാതാരാ? ഓ, എനിക്ക് ശരിക്കും ലുക്ക് കിട്ടിയിരുന്നു. ഇപ്പഴും ദേഹം പൊള്ളുവാ. നെക്സ്റ്റ് ടൈം ഐ ആം ഗോയിങ് ടു ഹിറ്റ് ഹിം. Island, come on, get up. ഗുഡ് മോർണിംഗ് ഡാഡി. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ബോയ്. എന്താടാ കാലത്തെ തന്നെ തുടങ്ങിയോ? സ്റ്റഡി ടൈം അല്ലേ? പാപ്പാ. ഓ ഓക്കെ 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 ഓക്കെ. ജൂലി. Yes, Daddy. ഗുഡ് മോർണിംഗ്. Good morning, Daddy. Oh, what Daddy കാലത്തെ? അതെ, ജോലി ചെയ്ത് ക്ഷീണം കൊണ്ട് കുടിച്ചതാ മോളെ. ജോലിക്ക് പോകുമ്പോഴും കുടിക്കും. അത് ജോലി ചെയ്യാനുള്ള ഉത്സാഹം കൊണ്ട് കുടിക്കുന്നതാ. വേർ ഈസ് മമ്മി? മമ്മി കിച്ചണിലുണ്ട്. ഗുഡ് മോർണിംഗ്. ഹായ് മൈ ഡാർലിംഗ് മാഗി. ഓ മൈ ഗോഡ്, രാവിലെ തന്നെ കുടിക്കാൻ തുടങ്ങിയല്ലേ? ഇങ്ങനെ കുടിച്ചു കുടിച്ചു കുടുംബം തെണ്ടും. ഒരു ദിവസം എഞ്ചിനും വണ്ടിയല്ല എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കുകയും ചെയ്യും. അതാ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ സിഗ്നൽ മാഗ് കുടിക്കാതിരുന്നാൽ മതി. Come on darling, come on. I will tell you a story. ജൂലി, ഞാൻ റെയിൽവേ യാർഡിലൂടെ നടന്നു വരുമ്പോൾ ആകെ പ്രാകൃതനായ ഒരു മനുഷ്യനെ കണ്ടു. ബെഗർ. ഞാൻ അയാൾക്കൊരു ചാർമിനാർ സിഗരറ്റ് കൊടുത്തു. അപ്പൊ അവൻ പറഞ്ഞു അവൻ സിഗരറ്റ് വലിക്കില്ല. ഞാൻ അവനോട് പറഞ്ഞു നീ എന്റെ കൂടെ വന്ന 2 പെഗ് വിസ്കി തരാം. അപ്പൊ അവൻ പറഞ്ഞു വിസ്കി കുടിക്കില്ല. എന്നാ നമുക്ക് ഒരുമിച്ചിരുന്ന് കുറച്ചു നേരം ചീട്ട് കളിക്കാം. അവൻ ചീട്ടും കളിക്കില്ല. എന്നിട്ട് അവൻ പറയാ എനിക്ക് അങ്ങനെ യാതൊരു ദുസ്വഭാവവും ഇല്ല. സിഗരറ്റ് വലിക്കില്ല, മദ്യം കഴിക്കില്ല, ചീട്ട് കളിക്കില്ല, പെണ്ണും പിടിക്കില്ല. അവനോട് ഞാൻ ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുത്തന്റെ കോലം എന്റെ ഡാർലിംഗ് കാണണം. മാഗി, ഞാൻ കുടിക്കാതിരുന്നാൽ ആ തെണ്ടിയുടെ കോലമായി. ഇത് കുറെ ഞാൻ കേട്ടിട്ടുള്ളത്. ജൂലി, Yes, Daddy. ഇന്ന് കോളേജിൽ പോണ്ടേ? പോണം. ഇക്കൊല്ലം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായാൽ ഐ വിൽ ഗീവ് യു എ ബ്യൂട്ടിഫുൾ റിസ്റ്റ് വാച്ച്. Really, Daddy? റിയലി? Thanks, Daddy. എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചല്ലോ അല്ലേ? റിച്ചിക്ക് എന്തിനാ എന്റെ പ്രാർത്ഥന? ഒരിക്കലും പള്ളി കയറാത്തവർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അല്ല, ഇനി എങ്ങാനും ദൈവം എന്നൊരു പാർട്ടി മുകളിൽ ഇരിപ്പുണ്ടെങ്കിൽ ജൂലിയെ പോലെ നല്ലൊരു പെൺകുട്ടി പ്രാർത്ഥിച്ച അത് മതി. He will be happy. ദൈവം പോലും വീണു പോകും ഈ വാചകമടിയിൽ. ഓക്കെ, ഞാൻ പോട്ടെ. നിക്ക്, ഒരു കാര്യമുണ്ട്. ജൂലിയെ തിരക്കി ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നു. ദാ, കഴിഞ്ഞ ദിവസം കൺട്രി മ്യൂസിക്കിന്റെ ആൽബം കിട്ടിയാൽ കൊള്ളാന്ന് പറഞ്ഞില്ലേ? ദാ. So fast. എങ്ങനെ കിട്ടി? യുവർ വിഷ് ഈസ് മൈ കമാൻഡ് ബേബി. ഓ പിന്നെ, എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ കോയമ്പത്തൂർ പോയിരുന്നു. അവനെ വിട്ട് വാങ്ങിപ്പിച്ചതാ. താങ്ക് യു. ഇറ്റ്സ് മൈ പ്രസന്റ് ഫോർ യു. പിന്നെ ഈവനിങ് ഷട്ടിക്കോട്ടിൽ എത്തുമല്ലോ അല്ലേ? യെസ് റിച്ചാർഡ്. ഓക്കെ, then come.